ലൈറ്റും കൂടി ഫിറ്റ് ചെയ്യാണ്ട് അതിന്റെ പണി കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ലൈറ്റ് അന്വേഷിച്ച് തുടങ്ങിയിട്ട് ഒരു മാസമായില്ലേ, ഇതുവരെ കിട്ടിയില്ലേ? അതിന് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കാൻ. മോൾട്ടിന്റെ കുട്ടിക്ക് കമ്മലിട്, കുൽസു കൊടുക്കാത്തൊരു ടൗസർ ഇട്, ആരാണ് ബേബി? അതിന്റെ ചുക്കുറാക്ക നിനക്ക് എന്റെ പരിപ്പാണോ? അവിടുത്തന്നല്ലേ എന്റെ അമ്മക്ക് തീരെ സുഖമില്ല. എന്റെ അമ്മ നോക്കാൻ പിന്നെ ഞാനല്ലാതെ പിന്നെ നിങ്ങൾ പോവോ? എന്റെ മക്ക് മരക്കാക്കല്ലേ ഒരു നോക്കൂ. ഞാൻ ഈ പോണ്ട് ഇജ്ജെടുക്കാ പോണോ? ഞാൻ ബസ്സാറാ നിൽക്കാം. ബസ്സാറായി അരിക്കുന്നിടത്ത കാര്യം റോഡിന് നടക്കാൻ നിൽക്കണ്ടേ? പറയാതെ ഓഗസ്റ്റ് 32 കുട്ടി ബേബി. ഞാൻ മോൾട്ടിന്റെ 40 ഒരു തൊയിരം എന്ന് പറഞ്ഞ ഈ പരിയിലുണ്ടാവില്ല. അമ്മ ഓള് പ്രസവിച്ചിക്കാണ് നമ്മളെ പരീക്ക വരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്വന്തം മാൻ നോക്കണ കടമ മക്കാണ്, അല്ലെന്ന് മരക്കല്ല. അവിടെ കിടക്കല്ലേ അപ്പൊ പോണ്ടേ? ഇതുവരെ നിങ്ങൾ റബ്ബർ പാല് കുടിച്ച ബാക്കി ചാടി ചാടി നടക്കണേ. ഞാൻ പോവണമെന്നാണ് അപ്പൊ പോയത്. നാട്ടെ തന്നെ വന്നോട്ടു. മാസൊക്കെ നീട്ടിയോ? ഓ അപ്പുണ്ണിന്റെ ഒക്കെ ഒരു സെറ്റപ്പേ. അപ്പുണ്ണിയേ ആ പുണ്ണി അത് ഞാൻ ഒഴിപ്പിക്കും. പക്ഷെ അല്ല ഞാൻ എന്തിനാ പോണ്ടേ? അതല്ലമ്മ ഈ പ്രസവിച്ച് ഇറങ്ങുന്നത് തൈലും കോയമ്പും എണ്ണി ലേഹൊക്കെ കൂടി അതിന്റെ മണക 50 lakh അതിന്റെ അപ്പുറമല്ല. ആ എല്ലാ വർഷം പോവും. 50,000 ഉള്ളൂന്നോ? അങ്ങനെയാണെങ്കിൽ തന്റെ വീട്ടിലത്തെ എലിയോ വെച്ചായോ അല്ലെങ്കിൽ നോക്കുന്നില്ലല്ലോ. പിന്നെ കോയാമൂരും ശുക്രല്ല ഉമ്മാനെ നോക്കിയത്. എനിക്ക് ഇങ്ങനത്തെ വർത്താനം കേൾക്കുമ്പോഴാണ് തലക്ക് പിരാന്ന് വെച്ചില്ല. നന്ദി യാത്ത ജാതിയാളെ നോക്കണ്ട, അത് നോക്കിയിട്ടില്ല. കേട്ടച്ച് തിന്നാ പോലെ അതാണ്. കുട്ടിക്ക് 2 പഞ്ഞി തരാം. 90 കഞ്ചോളം മൂക്കിൽ വെച്ചങ്ങനെ നടന്നോ, അല്ലാതെ ഒരു വൈബിടല്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒഴിപ്പിക്കാം, അല്ലാതെ നോക്കില്ല. അപ്പുണ്ണിയേ 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 നിങ്ങൾ അമ്മാനെ ഇത്രയും കാലം നോക്കിയിട്ട് ഞാനേന് അല്ലെ ഉമ്മാന്റെ മക്കളല്ലേ? ഞാൻ എന്തായാലും പോയി. എന്റെ മകൾ സുഖമില്ലാത്ത ഞാനാ നോക്കേണ്ടത്. ഞാൻ ഒരു സാധനം എടുത്ത് തോന്നൂല. ഇങ്ങനത്തൊക്കെ മണം കിട്ടിയിട്ടല്ലേ ഈ പോത്ത് പോലെ ഇങ്ങനെ വളർന്നിക്കണേ. ഓന്റെ ഒരു കൊമ്പ് കോയ. ഞങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കാണ്ടായിരുന്നു പുണ്ണി. ഏത് പ്രധാനമന്ത്രിന്റെ കാര്യം പറയുകയാണെങ്കിലും എന്റെ കുറഞ്ഞ ഫീസ് 25,000 രൂപ ഇവിടെ വെക്കാം. ഇത് പിന്നെ നോക്കാൻ വന്നങ്ങാണ്ട് ഇപ്പൊ എന്നെ നോക്കേണ്ട ഗതിയാളോ ഇപ്പൊ എനിക്ക് വന്നതേ. നമുക്ക് ഇന്ന് രാത്രി ശവായാക്കാലോ? അല്ല മോളെ ഒന്നും കേക്കണ്ട. പെരേക്ക് കൊണ്ടുവരില്ല. പിന്നെ ഇങ്ങോട്ടല്ലാതെ പെറ്റെടുക്കാൻ വേറെ എവിടെ സ്ഥലം കണ്ടുവെച്ചു? ചങ്ങായിയല്ലേ ആയിരുന്നു, ഇപ്പൊ അല്ല. പൈസ വന്നപ്പോ സ്വഭാവത്തിന് മാറ്റം വന്നട ചേച്ചേ. ജിന്റെ വൈക്ക് വരും. അതൊക്കെ പട്ടിണി എടുക്കേനോ? ഈ തീറ്റ കഴിഞ്ഞിട്ട് നല്ലോണം ഉറങ്ങണം. എന്റെ തീറ്റ കഴിഞ്ഞിട്ട് ഏതായാലും ഉറങ്ങലുണ്ടാവില്ല. കുഞ്ഞുമ്മ രാവിലെ വരാന്ന് പറഞ്ഞാണല്ലോ. അവള് ഏത് അടുപ്പ് പോയി കുത്തിറക്കുക? കുഞ്ഞുമ്മ അങ്ങനെ പറയും. നമ്മളെ മലപ്പുറത്ത് മച്ചിങ്ങളെ പ്രസവാനന്തര പരിചരണ കേന്ദ്രം കാണാൻ കരിങ്കോയെ രമണിയെ അയ്യോ കോയെ അങ്ങോട്ട് വരിക. ഒന്നാമത് നിൽക്ക. കുഞ്ഞുമ്മ വന്നിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. എനിക്കുള്ളത് ഞാൻ തന്നെ എടുക്കേണ്ടി വരും. അല്ല പിന്നെ നമ്മള് വരാമ്പളെ നമുക്ക് ആരും പിടിച്ചാൽ ഇരുന്നിങ്ങ് തിന്നരാ. എന്റെ അമ്മ ബേബി ക്യൂ എന്നാണ് അതിന്റെ പേര്, അല്ലാതെ ക്വീനല്ല. അവിടെ ആവുമ്പോ എന്റെ കുട്ടീനോല് പൊന്നു പോലെ നോക്കിയോളൂ. ഞമ്മൾ ഒന്നും അറിയണ്ട. പ്രതിഷ്ഠ ഇങ്ങനെ നിക്ക. മര്യാദ നോക്കിക്കൊണ്ടേ അവിടെ ചെല്ല. പറേ തനിക്ക് ഫീസ് ഇല്ല. ഇപ്പൊ അടുപ്പത്ത് കിടന്നാണ് തിരിയണ്. ശരിയാണ്. എന്റെ അമ്മ വേണ്ട എന്നെ കാണാത്തോണ്ട് ചൊറിഞ്ഞു തിരിക്കണേ. കുഞ്ഞുമോ ഇജ്ജ് ഇന്നലെ വരുന്നേനും ഇന്നലെ ഇവിടെ പൊരിച്ചു പോയി നെയ്ച്ചോറേന്. ഇജ്ജ് ഞാനിട്ട് ഒരു രസവും കോയേ തന്നെ അവിടെ നല്ല ഉസാറാണെന്നാ ഞാൻ പറയുന്ന കേട്ടേ. നേരുമാ അങ്ങനെയല്ല, മുഖത്തോക്കി പറയാം. ഞാൻ പറയണോ എന്താ പ്രശ്നം പറയാ? അപ്പൊ ഞാൻ റബ്ബി ലെവലിൽ കൂടിയിരിക്കണം. അപ്പൊ ഞാൻ ലൈറ്റും കൂടിയേ ഫിറ്റ് ചെയ്യാനുള്ളൂ. അപ്പൊ ഏറ്റവും കുറച്ചിട്ട് എവിടുന്നാ കിട്ടുക? ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ നേരം കൊണ്ട് അടുക്കളയിൽ തന്നെ സഹായിച്ചു നോക്കാണേ. അവിടെ തന്നെ പണിയെടുത്ത് ചണ്ടി കാണി. ഞാൻ അങ്ങോട്ട് നിമ്മ ഓൾ ആസ്പത്രിയിൽ നിന്ന് വരുന്നതിന് മുന്നേ നമുക്ക് വെറുതെ അവിടെ പോയി വെക്കാലോ. എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. ഒരു വൈക്കണ്ട് ഇറങ്ങുമ്പോ സലാം പറഞ്ഞിട്ട് ഇറങ്ങേ. എന്നുള്ളത് ഒന്ന് നോക്കി പറഞ്ഞ. തന്റെ വീട്ടില് കുറഞ്ഞ പൈസക്ക് ക്വാളിറ്റി ഉള്ള ലൈറ്റ് കത്തണം. അത്രയുള്ളൂ. അത്രേ ഉള്ളൂ. ത്രിയമ്പക്കോണം നീങ്ങിയിരുന്നു. ഇനി ഇവിടെ പണി തന്നെ. നിങ്ങളെ മരോട് ഇവിടെ ഓട് വേറാളി ഓൾ നാളെ പെരേക്ക് പോകണം. ഓക്ക് വേണ്ട റെസ്റ്റ്. ഓക്ക് ഞങ്ങൾ വീട്ടിൽ പോയാൽ പോരെ. ഓളെ ഇപ്പൊ തന്നെ മണ്ടാ നിക്കണി. ഇത് എന്റെ പെരേക്ക് വന്നമാരോ ഓളെ പെരേക്ക് ഞാനുണ്ട്. ആബോ ഇത് ഇത്ര വലിപ്പമുള്ള ഞാൻ കുളത്തിലട്ടോ. 3 നിലണ്ട്. പോവേണ്ട. നിങ്ങളോട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ഇമ്മ ഈ കുഞ്ഞുമോനെ കുട്ടി ഇന്റെ കുട്ടിയെ കാറ്റ് നോക്കി. അടങ്ങിക്കടി അടങ്ങിക്ക്. അതല്ലടോ കോയെ, എല്ലാവരും ഒറ്റ സ്വരത്തിൽ ഒരേ കടന്റെ പേര് പറയുന്നുള്ളൂ. എംആർ ഇമ്മാരെ വിട്ടാ പറ്റില്ല. ഓൾക്ക് അതിന്റെ സെലക്ഷൻ അറിയില്ല. അതിന് ചൂടാവണം. ആന്റെ ഒരു പണ്ടാര കുട്ടി. എന്റെ കുട്ടി എന്റെ കുട്ടിനെ കുറ്റം പറഞ്ഞല്ലോ. പക്ഷെ എന്താ അടുപ്പിന് ഞങ്ങൾ വന്നതേ. ഇത് ഇവിടെ ചെലക്കണടി. എന്റെ ചുരിദാർ എവിടേക്കാ ഇതൊക്കെ പുകയിച്ചു കൂടെ ഇറക്കണ്ടേ?
ഇതൊണ്ടല്ലേ കള്ളത്തിയ ഇതുണ്ട് ആർക്കാണ് ബിസ്ക്കറ്റ് ചുരിദാർ ഒന്നും വേണ്ട എന്റെ പുയ്യാപ്പിളക്ക് പുതിയ ടെക്സ്റ്റൈലുള്ള പൈസ ഉണ്ട് എനിക്കിന്റെ അമ്മമാരെ സ്വഭാവമാണ് മൂരാച്ചി തള്ളേ അനക്ക് നമ്മസ് എങ്ങനെ സ്വഭാവം മോറെ അമ്മാരെ വിരുന്നല്ല കാര്യം പോയേ MR ലൈറ്റ് വേൾഡ് എന്നാ പറഞ്ഞത്. ആ MR എന്നുള്ള ആ കടിക്ക് പുളിയറമ്പക്ക് ഞാൻ പോയി നോക്കി. അവിടെ ചെന്നപ്പോ വേറെ ബോർഡാ കണ്ടത്. അത് ഇതല്ല മുന്തിയ സാധനത്തിൽ ചലക്കാതെ പോടിയൊന്നു ചലക്കാൻ വന്നോളൂ ഇന്നോട് എന്റെ മോനെ സുക്കൂട് പറഞ്ഞ ഇന്നോട് അറിഞ്ഞിട്ടുണ്ട് പല അടിച്ചാൽ പൊളിച്ചാൽ ഞാൻ ഇത് വേണമെങ്കിൽ ഇന്ന പറയാം പക്ഷെ ശുക്രാക്കാൻ സർലാക്ക് ആ അതന്നെ സെർലാക്ക്. സർലാക്ക് അത് കുറച്ച് പ്രീമിയം ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാന്നുള്ളൂ. കുറഞ്ഞ പൈസക്ക് അവര് കൊടുക്കണത്. നേരോ? ആ. അപ്പൊ ഈ MR ലൈറ്റ് വേൾഡിന് പറയാനല്ല മൂത്ത് ഞാൻ തുപ്പോ ഒരു ദിവസം നിങ്ങൾ ഇവിടെ യുദ്ധം തുടങ്ങിയ പോയിക്കാണെ പറഞ്ഞേ അവിടെ പോയിക്കാണെ ഇമ്മ ഇങ്ങോട്ട് വിളിച്ചേട്ടാ പണ്ടാറ എനിക്ക് ഇങ്ങോട്ട് വരില്ല ഞാൻ പോവാം. പുളിയമ്പറമ്പല്ലാതെ വേറെ എവിടേക്ക് കടല്? പഠിക്കല് എടവണ്ണപ്പാറ. അപ്പൊ എന്നാ നീ ഒന്നും നോക്കണ്ട, അവിടെ തന്നെ ഉറപ്പിച്ചു. ആ കുടിയിരിക്കലും ഉറപ്പിച്ചു. ഓക്കെ. ആ എന്നാ 31-ാം തീയതി നേരത്തെ തന്നെ വന്നോണ്ടു. തീർച്ചയായും എല്ലാരും ഇവിടെ നിന്ന് പോയിക്കോളും മതി ഇവിടെ നിന്നതെ പാത്തോ ഇജ്ജ് വരുന്നുണ്ടാ? കുഞ്ഞുമോ ഇജ്ജ് കണ്ട ഇറങ്ങുന്നുണ്ടാ? ഇതിനോട് പൊറ്റപ്പെട്ടാളെ ആ ഞാൻ മണ്ണോട് ഞാൻ പറഞ്ഞു. എന്തേ? അത് ഞാനാ പറയുന്നത്. താ പോവാ. അല്ലേ ഞാൻ പറഞ്ഞു. ചങ്കള നമ്മൾ ഇപ്പൊ ഉള്ളത് പുളിയമ്പറമ്പിലുള്ള MR ലൈറ്റ് വേൾഡിലാണ്. കുടി എന്നോട് മുറിപ്പെട്ടാളെ ഇത് അടുത്ത ആഴ്ച വരുമോ? എന്താ തോന്നലട്ടാ ഒരു ദേഷ്യമില്ല പിന്നെ അടി എന്റെ ചുരിദാർ ഞാൻ രാവിലെ ബാഗിൽ